നമസ്കാരം, ഞാൻ ഡോക്ടർ സെയ്ദ് മൂസിൻ. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എങ്ങനെ ശരീരത്തിൻ്റെ തൂക്കം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. തടി എങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. പ്രധാനമായിട്ടും ഇന്ന് വരുന്ന പ്രശ്നം ഒബേസിറ്റിയാണ്, പൊണ്ണത്തടിയാണ് കണ്ടുവരുന്നത്. പക്ഷേ ഒരു 30-40% ആൾക്കാർക്കും തടിയുടെ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെ തടി വർദ്ധിപ്പിക്കാം എന്നുള്ള വിഷയമാണ് സംസാരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളെ BMI കൂടുതൽ, ബോഡി മാസ് ഇൻഡെക്സിനേക്കാൾ കൂടുതൽ തടി വരാതിരിക്കുകയും പൊണ്ണത്തടി വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് എങ്ങനെയാണ് തടി വർദ്ധിക്കുന്ന കാര്യങ്ങൾ നോക്കാം. പ്രധാനമായിട്ടും പുരുഷന്മാരിലും സ്ത്രീകളിലും എന്തുകൊണ്ടാണ് തടിക്കാത്തതെന്നുള്ളതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് യാതൊരുവിധ റിസൾട്ടും ലഭിക്കുന്നതല്ല. നമ്മൾ യൂട്യൂബിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നോക്കിയാൽ മനസ്സിലാവും. ഒരു മാസം കൊണ്ട് തടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് തടി വർദ്ധിപ്പിക്കുന്ന പല പല മെത്തേഡുകളും ടെക്നിക്കുകളും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ മെലിഞ്ഞ ആൾക്കാർക്കൊന്നും ഒരുവിധ മെഡിസിൻ്റെ തന്നെ ഡോക്ടറെടുത്തോ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യത വരാറില്ല. നിങ്ങളുടെ അസുഖം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയാസം എന്താണെന്ന് മനസ്സിലാക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളുടെ തടി വർദ്ധിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യമായിട്ട് സ്ത്രീകളെ എടുക്കുകയാണെങ്കിൽ, സ്ത്രീകളിലെ തടി വർദ്ധിക്കാൻ പ്രധാനമായിട്ട് കണ്ടുവരുന്നതാണ് വൈറ്റ് ഡിസ്ചാർജ്. വെള്ളപോക്കുള്ള സ്ത്രീകളിൽ ശാരീരികമായിട്ടുള്ള ഒരു 80-90% സ്ത്രീകൾക്കും ശരീരം അനുദിനം മെലിഞ്ഞുണ്ടാകും. ചില പേഷ്യൻസ് വന്ന് പറയാറുണ്ട്, ഡോക്ടറെ ആദ്യത്തെ എൻ്റെ ഫോട്ടോ ഇതായിരുന്നു, ഇപ്പം എൻ്റെ ഫോട്ടോ നോക്ക്, കവളൊക്കെ ഒട്ടിക്കൊണ്ട് കണ്ണ് കുഴികൾ താന്ന് വളരെ മെലിഞ്ഞൊരവസ്ഥ. യുനാനി വൈദ്യശാസ്ത്രം അനുസരിച്ച് വൈറ്റ് ഡിസ്ചാർജിൻ്റെ കാരണങ്ങളും അതിൻ്റെ പ്രതിവിധികളൊക്കെ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ വിശദീകരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ വൈറ്റ് ഡിസ്ചാർജ് മാറ്റാത്തിടത്തോളം കാലം ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ സ്ത്രീ ഒരിക്കലും തടിക്കുകയില്ല. വൈറ്റ് ഡിസ്ചാർജിന് കാരണമായിട്ട് പറയണ ശരീരത്തിൻ്റെ ചൂട് കൂടുതലും വയറ്റിനുണ്ടാവുന്ന അസിഡിറ്റിയും കാര്യം കുറച്ചു കൊണ്ടുവരികയും കൃത്യമായ ഉറക്കം ലഭിക്കുകയും ചെയ്യുന്നതോടുകൂടി വൈറ്റ് ഡിസ്ചാർജ് കുറക്കാവുന്നതാണ്. വൈറ്റ് ഡിസ്ചാർജ് മാറുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ യുവതിയുടെയും ആ പെൺകുട്ടിയുടെയും അവസ്ഥ വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ ഭക്ഷണം കഴിക്കുകയും അത് ശരീരത്തിൽ വളരെ വളരെ പ്രകടമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വൈറ്റ് ഡിസ്ചാർജ് ട്രീറ്റ് ചെയ്യാത്തിടത്തോളം കാലം വീണ്ടും ശരീരം ശോഷിച്ച് പോവുകയാണ് ചെയ്യാറുള്ളത്. പണ്ട് കാലങ്ങളൊക്കെ പഴമക്കാർ പറയാറുണ്ടായിരുന്നു, വെള്ളപ്പോക്കിന് അഥവാ വൈറ്റ് ഡിസ്ചാർജിന് പറയുന്ന പേര് അസ്ഥിസ്രാവം എന്നായിരുന്നു. നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് അതിലുള്ള ഫില്ലറിനാണ്, കമ്പിയുടെ ബലത്തിനനുസരിച്ചാണ്. അതുപോലെ ശരീരത്തിൻ്റെ ഫൗണ്ടേഷനാണ് ബോൺ. ആ ബോണിനുണ്ടാവുന്ന വീക്ക്നെസ് എന്നാണ് പണ്ട് കാലങ്ങളിൽ ആൾക്കാർ പറഞ്ഞിരുന്നത്. കാരണം ഈ വൈറ്റ് ഡിസ്ചാർജ് ഉള്ള സ്ത്രീകൾക്ക് അനുദിനം ക്ഷീണം അനുഭവപ്പെടുകയും ബാക്കിയുള്ള ഒരു കാര്യത്തിനും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയും വരും. അത് തെറ്റായ ഫലപ്രയോഗമാണെങ്കിൽ കൂടി അത് ആശയാർത്ഥത്തിൽ ശരിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്യാത്തിടത്തോളം കാലം സ്ത്രീകളിലും പെൺകുട്ടികളിലും ഈ പറഞ്ഞ വൈറ്റ് ഡിസ്ചാർജ് ഉള്ള വ്യക്തികൾ ഒരു കാരണവശാലും തടി വർദ്ധിക്കുകയില്ല. ഇനി നമ്മൾ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, കുട്ടികളുടെ തടി വർദ്ധിക്കാനുള്ള പ്രധാന കാരണം അവരുടെ ഭക്ഷണ രീതിയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങളായിരുന്നു കൊടുത്തിരുന്നത്. ഇന്ന് അതിൻ്റെ രൂപം മാറി. ഗസ്റ്റ് വരികയാണെങ്കിലും അല്ലെങ്കിൽ പാരൻസിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ അവർ പറയും ലേസ് വാങ്ങിത്തരുമെന്ന് പറയും. അവർ കണ്ടീഷൻസാണ് വെക്കുക. അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ബേക്കറി ഫുഡ് ഇത് അമിതമായി കഴിക്കുന്നതിലൂടെ ആഡഡ് ഷുഗറും മറ്റ് പലവിധ കാര്യങ്ങളിൽ കൂടെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിശപ്പ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനാണ് ബിസ്ക്കറ്റുകൾ. രാവിലെ എഴുന്നേൽക്കുന്ന കുട്ടിക്ക് ആദ്യം തന്നെ പാരൻസ് കൊടുക്കുന്നത് ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റ് കഴിക്കുന്നതോടുകൂടി തന്നെ കുട്ടിക്ക് വയറ് വീർക്കുകയും പിന്നീട് ഒരു ഭക്ഷണത്തിന് ടെൻഡൻസി കുറയുകയും ചെയ്യാണ്. ഇത്തരത്തിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ വയറ് കാലിയാവുകയും പിന്നീട് അത് നെഞ്ഞരിച്ചാലും വയറുവേദനക്കാർ ചില കുട്ടികളൊന്ന് പറയാം, ഡോക്ടർ വയറുവേദന ഉണ്ട്. സിവിയറായിട്ട് വയറുവേദനയും പിന്നീട് വോമിറ്റിംഗ് ടെൻഡൻസിയും കണ്ടുവരാറുണ്ട്. പിന്നീട് കുട്ടികളുണ്ടാകുന്ന പ്രധാനപ്പെട്ട വില്ലനാണ് ഉറക്കക്കുറവ്. രാവിലെ വളരെ വൈകി എഴുന്നേൽക്കുകയും രാത്രി വളരെ വൈകി ഉറങ്ങുകയും ചെയ്യുന്ന അവസ്ഥ. ഈ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് മലബന്ധം ഉണ്ടാകുകയും കൃത്യമായ ശോധന ഇല്ലാത്തൊരവസ്ഥയും അത് ഭക്ഷണത്തോടുള്ള ആഗ്രഹം കുറയ്ക്കുകയും ചെയ്യും. പിന്നീട് കണ്ടുവരുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് കുട്ടികളുണ്ടാകുന്ന വിരശല്യം. നേരത്തെ പറഞ്ഞ സ്ത്രീകളുടെ വൈറ്റ് ഡിസ്ചാർജ് ആണ്, കുട്ടികളുടെ ഈ 3 കാര്യങ്ങൾ. ഇത്തരത്തിൽ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ട്രീറ്റ് ചെയ്യാത്തിടത്തോളം കാലം ശരീരത്തിൻ്റെ
വെയിറ്റ് അഥവാ തൂക്കം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. ഇനി പുരുഷന്മാരിലേക്ക് വരികയാണെങ്കിൽ കോമൺ ആയി കണ്ടുവരുന്ന പ്രശ്നമാണ് പൈൽസിൻ്റെ ബുദ്ധിമുട്ട്. പൈൽസിൻ്റെ ബുദ്ധിമുട്ടുള്ള അല്ല ദഹനക്കേടുള്ള വ്യക്തി, കോൺസ്റ്റിപ്പേഷനുള്ള വ്യക്തി, മലബന്ധമുള്ള ഒരു വ്യക്തി, അദ്ദേഹം തുടർച്ചയായിട്ടൊരു ദിവസത്തിൽ 5-6 പ്രാവശ്യം ബാത്റൂം പോകേണ്ട അവസ്ഥ വരികയാണ്. സങ്കല്പിക്കാൻ പോലും പറ്റില്ല. 1-2 പ്രാവശ്യം പോകുന്നല്ലാതെ ഒരു ഭക്ഷണം കഴിച്ച ഉടനെ ബാത്റൂം പോവാണ്. അല്ലെങ്കിൽ യാത്ര പോകുന്നതിന് മുമ്പ് പുള്ളിക്ക് 3 പ്രാവശ്യം ബാത്റൂം പോകേണ്ടി വരും. ബാത്റൂം പോയി കഴിഞ്ഞാൽ മലം പോവില്ല. പിന്നെ ആദ്യം തന്നെ പാസ് ചെയ്യുക ഒരു കഫം പോലുള്ള സാധനമാണ്. അത് വീണ്ടും കൂടുതലായിട്ട് ക്ഷീണം ഉണ്ടാക്കും. അനുദിനം ശരീരം ക്ഷീണിച്ച് വരികയും ചെയ്യും. അപ്പം ഗ്യാസ് ട്രബിളും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ അതിൻ്റെ കാരണം അറിഞ്ഞുകൊണ്ട്, പൈൽസ് ആണെങ്കിൽ അത് ക്ലിയർ ചെയ്യാത്തിടത്തോളം കാലം അവരുടെ ശരീരം തൂക്കം വർദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെ വില്ലനാണ് ഗ്യാസ് ട്രബിൾ, പുണ്ണ്, അസിഡിറ്റി. ഇതുണ്ടാകും ഭക്ഷണത്തോടുള്ള ടെൻഡൻസി കുറയുകയും അത് ശരീര ക്ഷീണത്തിലേക്ക് നയിക്കുകയും ചെയ്യും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ശരീരത്തിൻ്റെ തൂക്കം അമിതമായിട്ട് കുറയുകയാണെങ്കിൽ നിങ്ങൾ രാത്രി പനിയും അനുബന്ധ കാര്യങ്ങളുണ്ടെങ്കിൽ TBയുടെ പരിശോധന നിർബന്ധമായിട്ട് നടത്തേണ്ടതാണ്. വളരെ പെട്ടെന്ന് തുടർച്ചയായിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ വളരെയധികം വെയിറ്റ് കുറയുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വൈദ്യസഹായം തേടേണ്ടതും ഒരു ഡോക്ടർ വിശദമായ രക്തപരിശോധന നടത്തേണ്ടതും ചെയ്യേണ്ടതാണ്. ഇനി ശാരീരിക തൂക്കം വർദ്ധിക്കുന്നതിന്, ശരീരത്തിൻ്റെ തടി വർദ്ധിപ്പിക്കുന്നതായിട്ട് എന്തൊക്കെ നമുക്ക് ഹോം റെമഡീസ് ചെയ്യാമെന്ന് നോക്കാവുന്നതാണ്. ആദ്യമായിട്ട് നിങ്ങൾ നേന്ത്രപ്പഴം, പശുവിൻ നെയ്യ്, ശുദ്ധമായ പശുവിൻ നെയ്യിൽ ദിവസത്തിൽ 2 നേരം ഫ്രൈ ചെയ്ത് കഴിക്കുക. അതുപോലെ തന്നെ പാല് ദിവസവും രാവിലെയും വൈകിട്ടും 1/2 ഗ്ലാസ് വീതം പാല് ഒരു 50 ഗ്രാം കടലപ്പൊടിയോട് ചേർത്ത് കഴിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു 1 മന്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മികച്ച ഫലം ലഭിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ തേൻ നെല്ലിക്കയോടെ കഴിക്കുകയാണെങ്കിൽ ഡൈജഷൻ വളരെ എളുപ്പമാവുകയും ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ നേന്ത്രപ്പഴത്തിന് പകരം അല്ലെ അതിൻ്റെ കൂടെ തന്നെ ഈത്തപ്പഴം ഫ്രൈ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ, പശുവിൻ നെയ്യിൽ ഈത്തപ്പഴം കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കിക്കൊണ്ട് ഫ്രൈ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ തേനിലിട്ട് സൂക്ഷിച്ച് കഴിക്കേണ്ടതാണ്. കാരണം അത് രൂപത്തിൽ കഴിക്കുമ്പോൾ ദഹന സംബന്ധമായ ചില പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈത്തപ്പഴം ഈ പറഞ്ഞ പശുവിൻ നെയ്യിൽ ഫ്രൈ ചെയ്ത് തേനിലിട്ട് സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചുക്ക് ഉപയോഗിക്കുക. ഒരു 200 ഗ്രാം ഈത്തപ്പഴം ഉപയോഗിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു 25 ഗ്രാം മുതൽ 50 ഗ്രാം വരെ ചുക്ക് ഉപയോഗിക്കേണ്ടതാണ്. 250 ഗ്രാം ഈത്തപ്പഴം ഈ പറഞ്ഞ രൂപത്തിൽ ഫ്രൈ ചെയ്ത് 1/2 ലിറ്റർ തേൻ സൂക്ഷിക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ 50 ഗ്രാം ചുക്ക് ചേർക്കുകയും ചെയ്ത് ദഹന സംബന്ധമായ പ്രയാസം മാറുകയും ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ തുടർച്ചയായിട്ട് 1-2 മാസം നിങ്ങൾ ഉപയോഗിക്കുന്നതോടെ തന്നെ നിങ്ങളുടെ ബോഡിയിൽ ചേഞ്ചസ് കണ്ടുവരുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ മേൽപ്പറഞ്ഞ കാരണം മനസ്സിലാക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിന് വെയിറ്റ് വെക്കാത്തെന്നുള്ള കാരണം മനസ്സിലാക്കിക്കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നതോടുകൂടി വളരെ വേഗത്തിൽ നമുക്ക് ഈ പ്രയാസങ്ങൾ മാറ്റാവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിങ്ങൾക്ക് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വിഷയവുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.